ഹായ് ഫ്രണ്ട്സ്, ഐ എം ജിൻസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ സ്ക്രീൻ ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻസ് നോക്കി ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ക്ലയന്റ് ഡയഗ്നോസ് വിത്ത് ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് ആണ്, അല്ലെങ്കിൽ ബർഗേഴ്സ് ഡിസീസ് എന്ന് പറയും. അപ്പം നേഴ്സ് എന്ത് ടീച്ചിങ് ആണ് ക്ലയന്റിന് കൊടുക്കേണ്ടത്, അതായത് ക്ലയന്റിന്റെ ഈ ഡിസീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് റിസ്ക് ഫാക്ടറിൽ മോഡിഫിക്കേഷൻ വരണമെന്നാണ് നേഴ്സ് ടീച്ച് ചെയ്യേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബർഗേഴ്സ് ഡിസീസ് എന്താന്ന് നോക്കാം. ഇതൊരു ഇൻഫ്ലാമേറ്ററി ഡിസീസ് ആണ്, അതായത് ലങ്സിലെയും ആംസിലെയും സ്മോൾ അല്ലെങ്കിൽ മീഡിയം ആർട്ടറീസ് ആൻഡ് വെയിൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലാമേറ്ററി ഡിസീസ് ആണ്. ഇങ്ങനെ ഇൻഫ്ലാമേഷൻ ഉണ്ടാകുമ്പോഴത്തേനും ആംസിലേക്കും ലെഗ്സിലേക്കുമുള്ള ബ്ലഡ് സപ്ലൈ റെഡ്യൂസ് ആകുന്നു. ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് യങ് മെന്നിലാണ്, അതായത് ലെസ് 5 ഉള്ളവർക്കും, പിന്നെ മെയിനായിട്ട് ഉണ്ടാകുന്നത് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നവർക്ക്, ഹെവി ആയിട്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നവർക്കുമാണ് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. ഇൻഫ്ലമേഷൻ വന്ന് നമ്മൾ ബ്ലഡ് വെസൽസിൽ നാരോ ആവുന്നു, നാരോ അല്ലെങ്കിൽ ക്ലോട്ടൊക്കെ ആവുന്നു. ഈ മെയിനായിട്ട് സിഗരറ്റ് സ്മോക്ക് കൊണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസിന് ഡാമേജ് ഉണ്ടായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ സിഗരറ്റ് വാസോ കൺസ്ട്രക്ടർ ആണ്, ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യിപ്പിക്കും. അപ്പോഴേക്കും നമ്മുടെ വെയിൻസിലും ആർട്ടറീസിലൊക്കെ നാരോയിങ് ഉണ്ടാകുന്നു. ലെഗ്സിലേക്കും ആംസിലേക്കുമുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് ഇങ്ങനെ നാരോയിങ് ആണെങ്കിൽ, ബ്ലഡ് ഫ്ലോ ബ്ലോക്കേജ് ആണെങ്കിൽ ഗാംഗ്രീന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇവിടെ നേഴ്സ് എന്തൊക്കെ ഈ റിസ്ക് ഫാക്ടേഴ്സിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്തണമെന്നാണ് നേഴ്സ് ടീച്ച് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് എക്സ്പോഷർ ടു ഹീറ്റ്, അതായത് ഹീറ്റുമായിട്ട് എക്സ്പോഷർ ചെയ്യുമ്പോൾ നമ്മുടെ ബർഗേഴ്സ് ഡിസീസ് ഹീറ്റുമായിട്ടല്ല റിലേറ്റഡ്, മെയിനായിട്ട് സ്മോക്കിങ്ങുമായിട്ടാണ് റിലേറ്റഡ്. സ്മോക്കിംഗ് ഉള്ള പേഷ്യൻസിനാണ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ റോങ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ സിഗരറ്റ് സ്മോക്കിംഗ്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. സിഗരറ്റ് സ്മോക്കിംഗ് ഒരു റിസ്ക് ഫാക്ടർ ആണ്. അത് മോഡിഫിക്കേഷൻ, അത് സ്റ്റോപ്പ് ചെയ്യാനാണ് നേഴ്സ് ടീച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി തേർഡ് വൺ, ഡയറ്റ് ലോ ഇൻ വൈറ്റമിൻ സി. വൈറ്റമിൻ സി ഈ കണ്ടീഷനുമായിട്ട് റിലേഷൻ ഒന്നുമില്ല. ഓക്കെ, അത് റോങ് ആണ്. ഫോർത്ത് വൺ, എക്സസീവ് വാട്ടർ ഇൻടേക്ക് കൂട്ടിയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ വാട്ടർ ഇൻടേക്ക് കൊണ്ട് കൂടുതലായതുകൊണ്ട് ഈ ഡിസീസിൽ ഡിസീസ് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. മെയിനായിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക. അതുമൂലം നമുക്ക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വാസോ കൺസ്ട്രിക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് മാനേജ്മെന്റ് ഇതിന്റെ വരുന്നത്. അപ്പം ആൻസർ സെക്കൻഡ് വൺ, സിഗരറ്റ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നേഴ്സ് ടീച്ച് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോവാസ്റ്റാറ്റിൻ റിസീവ് ചെയ്യുന്ന പേഷ്യന്റിന് നേഴ്സ് മെഡിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏത് ടെസ്റ്റ് റെഗുലറായി ഫോളോ അപ്പ് ചെയ്യണമെന്ന് പേഷ്യന്റ് പറഞ്ഞപ്പോഴാണ് പേഷ്യന്റിന്റെ മെഡിക്കേഷൻ ഇഫക്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് നേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലോവാസ്റ്റാറ്റിൻ എന്താണെന്ന് നോക്കാം. ലോവാസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു കൊളസ്ട്രോൾ ലോവറിങ് മെഡിസിൻ ആണ്, അതായത് സ്റ്റാറ്റിൻ മെഡിസിൻ എന്ന് പറയും. അപ്പം ഈ കൊളസ്ട്രോൾ ലോവറിങ് മെഡിസിൻ ഇത് നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സിനെയും ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനെയും ഡിക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. ഈ മെഡിസിൻ മെറ്റാബോളൈസ് നടക്കുന്നത് ലിവർ വെച്ചിട്ടാണ് മെറ്റാബോളൈസ് നടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മേ ബി ലിവർ എൻസൈംസിന്റെ എലിവേഷന് കാരണമാകും ലോവാസ്റ്റാറ്റിൻ. അതുപോലെ തന്നെ എലിവേഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേനും ലിവറിന് ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ലിവറിന്റെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ബ്ലീഡിംഗ് ടൈം മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആന്റി പ്ലേറ്റ്ലെറ്റ് മെഡിക്കേഷൻ എടുക്കുന്ന പേഷ്യൻസിനാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ റോങ് ആണ്. നെക്സ്റ്റ് വൺ, ക്രിയാറ്റിൻ ലെവൽസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മെയിനായിട്ട് നെഫ്രോടോക്സിൻ മെഡിസിൻ ആണ്, അതായത് NSAIDs ഉണ്ട്, പിന്നെ വാങ്കോമൈസിൻ, ഇതൊക്കെയാണ് നെഫ്രോടോക്സിൻ മെഡിസിൻസ് എടുക്കുന്ന ടൈമിലാണ് ക്രിയാറ്റിൻ ലെവൽ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്ന ടൈമിൽ, അപ്പോഴല്ലേ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ഓൾറെഡി പറഞ്ഞു, ലിവർ വെച്ചാണ് നമ്മുടെ സ്റ്റാറ്റിൻ മെഡിസിൻ മെറ്റാബോളിസം നടത്തുന്നത്. അപ്പോൾ
കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള മെഡിസിൻ ആണ് ഇത്. മേ ബി ലിവറിന്റെ എൻസൈം ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും ലിവറിന് ഡാമേജ് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നേഴ്സ് പേഷ്യൻറ്റിന് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഈ പേഷ്യൻ്റ് അക്യൂട്ട് MIന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. കൂടാതെ റിക്കറൻ്റ് ആയിട്ടുള്ള ആൻജൈനയുണ്ട് പേഷ്യൻസിന്. അപ്പോൾ എന്ത് ടീച്ചിങ് ആണ് നേഴ്സ് കൊടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുണ്ടായ പ്രോബ്ലമാണ്. ഇവിടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ട്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലോക്കേജ് ഓഫ് ദ കൊറോണറി ആർട്ടറീസ്. കൊറോണറി ആർട്ടറീസിൽ കംപ്ലീറ്റ് ബ്ലോക്കേജ് ആയി ബ്ലഡ് സപ്ലൈ, ഓക്സിജൻ സപ്ലൈ കുറഞ്ഞ് ഇസ്കീമിയ നെക്രോസിസ് ആവുന്നതിനെയാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. ആൻജൈന എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ ആണ്. കൊറോണറി ആർട്ടറീസിൽ പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ വന്ന് ചെസ്റ്റ് പെയിൻ വരുന്നതിനാണ് ആൻജൈന എന്ന് പറയുന്നത്. ആൻജൈന പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ MIയിൽ കംപ്ലീറ്റ് ബ്ലോക്കേജ് ആണ് വരുന്നത്. ഓക്കെ, എന്തൊക്കെ ടീച്ചിങ് ആണ് നേഴ്സ് ക്ലയന്റിന് കൊടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, അവോയ്ഡ് സെക്ഷൽ ഇന്റർകോഴ്സ് ഫോർ അറ്റ്ലീസ്റ്റ് 4 months. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ പേഷ്യൻറ്റിനെ ഇൻസ്ട്രക്ട് ചെയ്യുകയാണ്. അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നമുക്ക് 4 months വരെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് 4 to 8 weeks സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അത് ഡോക്ടറിൻ്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് ചെയ്യുന്നത്. അതായത് പേഷ്യൻറ്റിന് പറയുന്നത് ഡോക്ടർ ഇൻസ്ട്രക്ഷൻ കൊടുക്കും പേഷ്യൻറ്റിന്. അതായത് അവർക്ക് എന്താ 2 flights ഓഫ് സ്റ്റെപ്പ്, അതായത് എന്താ ഇപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റെയർകേഴ്സ്, ഒരു കംപ്ലീറ്റ് സ്റ്റെയർകേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്പാണ്. അങ്ങനെ 2 കംപ്ലീറ്റ് സ്റ്റെയറും കയറുക വിത്തൗട്ട് ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ഡിസ്നെ ഇല്ലാണ്ട് 2 കംപ്ലീറ്റ് സ്റ്റെയറും കയറുവാണ്. 2 സ്റ്റെപ്പല്ല, കംപ്ലീറ്റ് സ്റ്റെയറാണ്. 2 കംപ്ലീറ്റ് സ്റ്റെയറും ഡിസ്നി അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ കൂടാതെ പേഷ്യൻറ്റിന് കയറാൻ പറ്റുവാണെങ്കിൽ ഡോക്ടർ ഒക്കെ അവർക്ക് സെക്ഷൽ ആക്ടിവിറ്റി എന്താ കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഓർഡർ കൊടുക്കുക. അതായത് ആഫ്റ്റർ 4 to 8 weeks ശേഷം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ റോങ് ആണ്. അവർക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യാം 4 to 8 weeks കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ചെസ്റ്റ് പെയിനും ഡിസ്നിയും ഒന്നും ഇല്ലെങ്കിൽ, സ്റ്റെപ്പ് കയറുമ്പോൾ ചെസ്റ്റ് പെയിനും ഡിസ്നിയും ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് 4 to 8 weeks സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ റോങ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ, റീപ്ലേസ് സബ്ലിംഗ്വൽ നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ്സ് ഇയർലി. ഓക്കെ, NTG നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ 6 months കൂടുമ്പം അത് റീപ്ലേസ് ചെയ്യണം. അതുപോലെ എക്സ്പയറിയും ചെക്ക് ചെയ്യണം, 1 year കൂടുമ്പോഴല്ല. അതുകൊണ്ട് ഇത് റോങ് ആണ്. നൈട്രോഗ്ലിസറിൻ എന്ന് പറഞ്ഞത് വാസോ ഡയലറ്റർ ആണ്. നമ്മുടെ ആൻജൈനയിൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടി സബ്ലിംഗ്വലായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ, പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ എക്സസൈസ് പ്രോഗ്രാം ദാറ്റ് ഇൻക്ലൂഡ്സ് ഓവർഹെഡ് ലിഫ്റ്റിംഗ് ആൻഡ് റീച്ചിങ്. ഓക്കെ, ഇവിടെ എക്സസൈസ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഓവർഹെഡ് ലിഫ്റ്റിംഗ് ആണ്. ഈ MI കഴിഞ്ഞ പേഷ്യൻസിന് നമ്മൾ എക്സസൈസ് എന്താ ചെയ്യണം എന്ന് പറയാം. അതായത് മൈൽഡ് ടു മോഡറേറ്റ് എക്സസൈസ് ആണ്. ഓവറായിട്ടുള്ള ഓവർഹെഡ് ലിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഓവറായിട്ടുള്ള എക്സസൈസ് ആണ്. നമ്മളത് അവോയ്ഡ് ചെയ്യാൻ പറയണം. കാരണം ഓവർ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കൂടും. അത് ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കൂടുമ്പോൾ കാർഡിയോ ഔട്ട്പുട്ട് കുറയാൻ ചാൻസ് ആണ്. അതുകൊണ്ട് മൈൽഡ് ടു മോഡറേറ്റ് എക്സസൈസ് ചെയ്യാനാണ് പറയേണ്ടത്. അപ്പം തേർഡ് ഓപ്ഷനും റോങ് ആണ്. ഓക്കെ, ഇനി ഫോർത്ത് വൺ, റെക്കഗ്നൈസ് ദ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ആസ്പിരിൻ വിച്ച് ഇൻക്ലൂഡ് ടിനിറ്റസ് ആൻഡ് ഹിയറിംഗ് ലോസ്. അതായത് പേഷ്യൻ്റ് ഇവിടെ MI കഴിഞ്ഞ പേഷ്യൻ്റ്, അക്യൂട്ട് MI കഴിഞ്ഞ പേഷ്യൻ്റ് ഡെയിലി ആസ്പിരിൻ എടുക്കുന്ന പേഷ്യൻ്റാണ്. അപ്പം പേഷ്യൻറ്റിനോട് ഇൻസ്ട്രക്ട് ചെയ്യുക എന്തൊക്കെയായിരിക്കും ആസ്പിരിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്ന്, അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പേഷ്യൻറ്റിനോട് ഇൻസ്ട്രക്ട് ചെയ്യുക നേഴ്സ്. അതായത് ടിനിറ്റസ് അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ്. ടിനിറ്റസ് എന്ന് പറഞ്ഞാൽ റിങ്ങിങ് ഇൻ ദ ഇയർ, ഹിയറിംഗ് ലോസ്, ഇതൊക്കെയാണ് ആസ്പിരിൻ്റെ സൈഡ് ഇഫക്റ്റ്. അപ്പം അക്യൂട്ട് MI ഉള്ള പേഷ്യൻറ്റിന് ഡെയിലി ആസ്പിരിൻ എടുക്കുക. അപ്പം നേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്യുക എന്തൊക്കെയായിരിക്കും അഡ്വേഴ്സ് ഇഫക്റ്റ്. അതായത് ടിനിറ്റസോ ഹിയറിംഗ് ലോസോ ഉണ്ടെങ്കിൽ എന്താ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്ന് നേഴ്സ് ഇൻഫോം ചെയ്യുക. അപ്പം ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നേഴ്സ് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാണ്. അതായത് ഓൾഡർ പേഷ്യൻ്റ് ആണ്, ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റിസ് ഉണ്ട്, അതുപോലെ ഹിസ്റ്ററി ഓഫ് ഡയബറ്റിക് കീറ്റോസിഡോസ് ഡിക്കയുടെ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഇവിടെ ക്ലയൻറ്റിൻ്റെ സ്പൗസ് പ്രസൻ്റ് ആണ്. അപ്പം ഈ താഴെ തന്നിരിക്കുന്നതിൽ ഈ 4 ഓപ്ഷനിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ക്ലയൻറ്റിൻ്റെ സ്പൗസ് പറഞ്ഞപ്പോഴാണ് ഫർദർ ടീച്ചിങ് വേണ്ടതെന്ന് നേഴ്സിന് തോന്നിയത്? അതായത് ഈ 4 ഓപ്ഷനിൽ ഫർദർ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഓപ്ഷൻ റോങ് ആണ്. അതിൽ അപ്പം അതിന് ഫർദർ ടീച്ചിങ് കൊടുക്കണം. അപ്പം ഈ തന്നിരിക്കുന്നതിൽ ഏത് കാര്യം പറഞ്ഞപ്പോഴാണ് ഫർദർ ടീച്ചിങ് വേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഡയബറ്റിക് മെൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുന്നതിനാണ് ഡയബറ്റിസ് മെലൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ കീറ്റോസിഡോസിസ് ഡികെ എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന പേഷ്യൻറ്റിന് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേനും ടിഷ്യൂസിൽ പ്രോപ്പർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് എത്തുന്നില്ല. അപ്പം ടിഷ്യൂസിൽ ഗ്ലൂക്കോസ് എത്താത്തത് മൂലം ഫാറ്റ് ബേണായി നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ബേണായിട്ട് അതിൻ്റെ ബൈ പ്രൊഡക്റ്റായ ഗ്ലൂക്കോസും കീറ്റോൺസും ഉണ്ടാവുന്നു. അപ്പം ഈ കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ അസിഡിക് നേച്ചറാണ്. ഈ കീറ്റോൺസ് ബോഡിയിൽ കൂടിക്കഴിയുമ്പോൾ അതിന് പറയുന്ന പേരാണ് മെറ്റാബോളിക് അസിഡോസിസ്. അപ്പം ഇതാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. അതായത് സിവിയർ ആയിട്ടുള്ള ഇൻസുലിൻ ഡെഫിഷ്യൻസി മൂലം നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ബേണായി കീറ്റോൺസ് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പം ബോഡിയിൽ കീറ്റോൺസിൻ്റെ അളവ് കൂടുന്നതിന് പറയുന്ന പേരാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് ഹീ ഈസ് വോമിറ്റിംഗ് ഐ ഷുഡിൻറ്റ് ഗീവ് ഹിം എനി ഇൻസുലിൻ. ഓക്കെ, ഏത് കാര്യമാണ് തെറ്റെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ, ഇഫ് ഹീസ് വോമിറ്റിംഗ് ഐ ഷുഡിൻറ്റ് ഗീവ് ഹിം എനി ഇൻസുലിൻ. അതായത് പേഷ്യൻ്റ് വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇൻസുലിനും കൊടുക്കത്തില്ല എന്നാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സോ ഉണ്ടാകുമ്പോഴത്തേനും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അതായത് സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോണാണ്. ഈ കോർട്ടിസോൾ കൂടുമ്പോഴത്തേനും അത് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അപ്പോൾ പേഷ്യൻറ്റിന് ഇൻഫെക്ഷനൊക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഗ്ലൂക്കോസ് ഇൻസുലിൻ കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സിവിയർ ആയിട്ടുള്ള ഇൻസുലിൻ ഇൻസഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് വൊമിറ്റിംഗ് വന്നാൽ ഇൻസുലിൻ കൊടുക്കത്തില്ല എന്നാണ് ഓപ്ഷൻ. അതായത് റോങ് ആണ്. കാരണം വൊമിറ്റിംഗ് വന്നാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ ഇൻസുലിൻ കൊടുക്കണം, അല്ലെങ്കിൽ ബോഡിയിൽ ഷുഗറിൻ്റെ ലെവല് കൂടും, പേഷ്യൻറ്റിന് ഡികെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ, ഐ ഷുഡ് ബ്രിങ് ഹിം ടു ദ ഫിസിഷ്യൻ ഓഫീസ് ഇഫ് ഹി ഡെവലപ്പ് ഫീവർ. അതായത് എന്തെങ്കിലും ഫീവർ വന്നു കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫിസിഷ്യൻ്റെ ഓഫീസിലേക്ക് പേഷ്യൻ്റ് എത്തിക്കും. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻഫെക്ഷൻ വന്നാൽ ചിലപ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അതുമൂലം നമ്മൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടണം. അതുകൊണ്ട് നമുക്ക് ഡോക്ടറിൻ്റെ ഓഫീസിൽ പേഷ്യനെ കൊണ്ട് എത്തിക്കുക. അതൊരു ഗുഡ് ഓപ്ഷനാണ്, നല്ല ഒരു കാര്യമാണ്. ഓക്കെ, തേർഡ് വൺ നോക്കാം. ഇഫ് ദ ഗ്രാൻഡ് ചിൽഡ്രൻ ആർ സിക്ക് ദേ പ്രോബബ്ലി ഷുഡിൻ കം ടു വിസിറ്റ്. ഓക്കെ, അതായത് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രന് സിക്ക് ആണെങ്കിൽ അവർ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വരില്ല. അത് ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഷുഗർ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ, ഐ ഷുഡ് കോൾ ദ ഡോക്ടർ ഇഫ് ഹാസ് നോസിയ ഓർ അബ്ഡോമിനൽ പെയിൻ ലാസ്റ്റിംഗ് ഫോർ മോർ ദാൻ 1 or 2 days. അതായത് ഞാൻ എൻ്റെ ഡോക്ടറെ വിളിക്കും. പേഷ്യൻറ്റിന് എന്തെങ്കിലും നോസിയ അല്ലെങ്കിൽ അബ്ഡോമിനൽ പെയിനോ ഒന്നിൽ കൂടുതൽ ദിവസം നീണ്ടു നിന്നാൽ ഞാൻ ഡോക്ടറെ വിളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ തെറ്റായ ഓപ്ഷൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഇത് തെറ്റായ ഓപ്ഷനാണ്. സെക്കൻഡ് വൺ കറക്റ്റ് ആണ്, തേർഡ് വൺ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഫോർത്ത് വണ്ണും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഈ 4 ഓപ്ഷനിൽ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നേഴ്സ് ടീച്ചിങ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് ക്ലയൻറ്റിന് റെയ്നോൾഡ്സ് ഡിസീസ് ഉണ്ട്.
അപ്പോൾ ടീച്ചിങ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാണ്. അപ്പം എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് പേഷ്യൻറ്റിന് റേനോട്സ് ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന് എന്തൊക്കെ ഫോളോയിങ് ഈ താഴെ തന്നിരിക്കുന്നതിൽ എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് നേഴ്സ് കൊടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് റേനോട്സ് ഡിസീസ്? റേനോട്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മോൾ ബ്ലഡ് വെസൽസ്, നമ്മുടെ ഫിംഗേഴ്സ് ടോസിലൊക്കെ സ്മോൾ ബ്ലഡ് വെസൽസ് കോൾഡ് കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടോ റിയാക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു. അതായത് കോൾഡ് സ്ട്രെസ് ഒക്കെ മൂലം നമ്മുടെ സ്മോൾ ബ്ലഡ് വെസൽസ് ടോസിലെ ഫിംഗേഴ്സിലേക്ക് സ്മോൾ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്റ്റ് ആയിട്ട് ഫിംഗേഴ്സിലേക്കും ടോസിലേക്കുമുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നതിന് പറയുന്ന പേരാണ് റേനോസ് ഡിസീസ്. അപ്പം നമുക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക? അതായത് കോൾഡ് അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം കോൾഡൊക്കെ ഉള്ളപ്പം ഗ്ലൗസ് ഒക്കെ ഇടാനൊക്കെ നോക്കുക. അതൊക്കെയായിരിക്കും നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ, ഡെയിലി കൂൾ ബാത്ത് വിൽ പ്രൊവൈഡ് ആൻ അനാൽജസിക് ഇഫക്റ്റ്. കൂൾ ബാത്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൾഡ് കൊണ്ടും അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ കൂൾ ബാത്ത് കൊടുത്താൽ വീണ്ടും റേനോട്സ് ഡിസീസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓപ്ഷൻ 1 റോങ് ആണ്. സെക്കൻഡ് വൺ, ഹൈ പ്രോട്ടീൻ ഡയറ്റ് വിൽ മിനിമൈസ് ടിഷ്യൂ മാൽന്യൂട്രീഷൻ. ഇവിടെ ടിഷ്യൂ മാൽന്യൂട്രീഷൻ കൊണ്ടൊന്നും അല്ല റേനോട്സ് ഡിസീസ് വരുന്നത്. അപ്പം ഈ ഓപ്ഷൻ റോങ് ആണ്. തേർഡ് വൺ, വൈറ്റമിൻ കെ അഡ്മിനിസ്ട്രേഷൻ വിൽ പ്രിവെന്റ് ടെൻഡൻസി ടുവാർഡ് ബ്ലീഡിങ്. ഇവിടെ ബ്ലീഡിങ്ങിനുള്ള ചാൻസില്ല, ബ്ലഡ് ഫ്ലോ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതും കറക്റ്റ് അല്ല. ഓക്കെ, ഫോർത്ത് വൺ, കീപ്പിംഗ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വാം ആൻഡ് ഡ്രൈ വിൽ പ്രിവെന്റ് വാസോ കൺസ്ട്രിക്ഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൾഡ് ഉണ്ടാകുമ്പോൾ ഇതിന് ബ്ലഡ് സപ്ലൈ കുറയുന്നു, ബ്ലഡ് ഫ്ലോ കുറയുന്നു നമ്മുടെ ഫിംഗേഴ്സിലൊക്കെ. അപ്പം നമ്മളെപ്പോഴും വാമായിട്ട് വെക്കുക, കൈയും കാലൊക്കെ വാമായിട്ട് വെക്കുക. അപ്പം അതാണ് ഓപ്ഷൻ 4 എന്ന് പറഞ്ഞാൽ ഹാൻഡ്സും ഫീറ്റൊക്കെ വാമായിട്ടും ഡ്രൈ ആയിട്ടും കീപ്പ് ചെയ്യുക. അതായത് വാസോ കൺസ്ട്രിക്ഷൻ, ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി വാമായിട്ട് വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പം ആൻസർ ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ക്ലയന്റ് ആണ്. ക്ലയന്റിന് ആക്റ്റീവ് പൾമണറി ട്യൂബർകുലോസിസ് ആയിരുന്നു. അപ്പം ക്ലയന്റ് മൾട്ടി ഡ്രഗ് തെറാപ്പി എടുക്കുന്നുണ്ട്. അതായത് പാസ്റ്റ് മന്ത് ആയിട്ട് മൾട്ടി ഡ്രഗ് തെറാപ്പി എടുക്കുന്നുണ്ട്. ഇപ്പം ഡിസ്ചാർജ് ആവുകയാണ്. പേഷ്യന്റിന് ആക്റ്റീവ് പൾമണറി ട്യൂബർകുലോസിസ് ആയിരുന്നു. മൾട്ടി ഡ്രഗ് 1 മന്ത് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നേഴ്സ് റെസ്പിറേറ്ററി ഐസൊലേഷൻ്റെ ആവശ്യമില്ല, മെഡിക്കേഷൻ തെറാപ്പിയൊക്കെ ഇഫക്റ്റീവ് ആയെന്ന് ഏത് ടെസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് റെസ്പിറേറ്ററി ഐസൊലേഷൻ ആവശ്യമില്ല, മെഡിക്കേഷൻ ഒക്കെ ഇഫക്റ്റീവ് ആയെന്ന് ഏത് ടെസ്റ്റ് വഴിയാണ് മനസ്സിലാക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോബാക്ടീരിയം ട്യൂബർകുലേ കൊണ്ട് ലങ്ങിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ട്യൂബർകുലോസിസ്. അപ്പം ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, സ്റ്റൂൾ ആർ ക്ലേ കളേർഡ്. സ്റ്റൂള് ക്ലേ കളർ ആയാൽ ഇതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല, ട്യൂബർകുലോസിസ് മാറി എന്നുള്ളതിൻ്റെ ഒരു സിംറ്റം അല്ല സ്റ്റൂള് ക്ലേ കളർ ആവുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ് വൺ, മോണ്ടോസ് ടെസ്റ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, മോണ്ടോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂബർകുലോസിസ്, അതായത് നമ്മൾ ഈ ട്യൂബർകുലോസിസിലെ ഓർഗാനിസം മൈക്രോബാക്ടീരിയം ട്യൂബർകുലേ ആയിട്ട് എക്സ്പോഷർ ആയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് മോണ്ടോസ് ടെസ്റ്റ്. പക്ഷെ നമുക്ക് പേഷ്യൻ്റ് ആക്റ്റീവ് ഡിസീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണ്ടോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ കാണിക്കും എപ്പോൾ ചെയ്താലും. പക്ഷെ ആക്റ്റീവ് ഇപ്പം നമുക്ക് ട്യൂബർകുലോസിസ് ആക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് അല്ല മോണ്ടോസ് ടെസ്റ്റ്. ഓക്കെ, അപ്പം സെക്കൻഡ് ഓപ്ഷനും റോങ് ആണ്. നമുക്ക് മോണ്ടോസ് ടെസ്റ്റ് ചെയ്താൽ നെഗറ്റീവ് ആയെന്ന് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ മോണ്ടോസ് ടെസ്റ്റ് അഥവാ ചെയ്താലും പോസിറ്റീവിനെ കാണിക്കത്തുള്ളൂ, കാരണം പേഷ്യൻ്റ് ഓൾറെഡി എക്സ്പോഷർ ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ്, സ്പൂട്ടം കൾച്ചേഴ്സ് ആർ നെഗറ്റീവ്. ഓക്കെ, നമ്മൾ ഈ ട്യൂബർകുലോസിസ് നെഗറ്റീവ് ആയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സ്പൂട്ടം കൾച്ചേഴ്സ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പൂട്ടം സ്മിയേഴ്സ് ആണ് ചെയ്യുന്നത്. അതായത് 3 കൺസിക്യൂട്ടീവ് സാമ്പിളിംഗ് എടുക്കും. അതായത് ഇത് കളക്ട് ചെയ്യുന്നത് 8 to 24 hours അപ്പാർട്ടിലാണ് ഈ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. 3 സ്പൂട്ട സാമ്പിൾ എടുക്കും. അതിൽ
അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഏർലി മോർണിംഗ് സാമ്പിൾ ആയിരിക്കും എടുക്കുന്നത്. ഈ 3 സാമ്പിളും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ റെസ്പിറേറ്ററി ഐസൊലേഷനും ഇത് ആവശ്യമില്ല എന്ന് പറയത്തുള്ളൂ. അതുപോലെ മെഡിക്കേഷൻ ഇഫക്റ്റീവ് ആയെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് 3 സ്പൂട്ടം കൾച്ചറിന്റെ സാമ്പിളിങ് നെഗറ്റീവ് ആയെങ്കിൽ മാത്രമാണ് നമ്മൾ ഇപ്പം ട്യൂബർക്കുലോസിസ് ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫോർത്ത് വൺ നോസിയ ആൻഡ് വൊമിറ്റിംഗ് ഹാസ് സ്റ്റോപ്പ്ഡ്. നോ, അതുമല്ല, ഓപ്ഷൻ 4 റോങ് ആണ്. അപ്പം കറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ പോസ്റ്റ് പാർട്ടം ക്ലൈന്റ് ആണ്. ക്ലൈന്റ് ഡിസിമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലോപ്പതിയിൽ നിന്ന് റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ്. അതുകൂടാണ്ട് പേഷ്യന്റ് ലോ ഡോസ് ഓഫ് ആന്റി കൊയാഗുലന്റ് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. അപ്പം നേഴ്സ് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നാണ് നേഴ്സ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പേഷ്യന്റ് ഡിസിമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലോപ്പതിയിൽ നിന്ന് റിക്കവർ ആകുന്ന പേഷ്യന്റ് ആന്റി കൊയാഗുലന്റ് മെഡിക്കേഷനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കീ പോയിന്റ്സ്. ഓക്കെ, ഇനി എന്താണ് ഡിസിമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലോപ്പതി എന്ന് നോക്കാം. അതായത് ഇതൊരു നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം അബ്നോർമൽ ആയിട്ട് ആക്ടിവേറ്റ് ആവുന്നു. അപ്പം ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം അബ്നോർമൽ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേനും ബോഡിയിൽ ത്രൂ ഔട്ട് എക്സസീവ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഉണ്ടാകുന്നു. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പ്ലേറ്റ്ലെറ്റ് ഒക്കെ എക്സസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുമൂലം ബോഡിയിൽ ക്ലോട്ടിംഗ് ഉണ്ടാകുന്നു. കണ്ടീഷൻ പറയുന്ന പേരാണ് ഡിസിമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലോപ്പതി. ഓക്കെ, ഇനി എന്ത് ഓപ്ഷൻസ് ഒക്കെ ഇതിൽ ഏത് കാര്യം അവോയ്ഡ് ചെയ്യണമെന്നാണ് നേഴ്സ് പറയേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ബ്രഷിങ് ഹെയർ ടീത്ത്. ടീത്ത് ബ്രഷ് ചെയ്യണത് അവോയ്ഡ് എന്നാണ് നേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബ്രഷിങ് അവോയ്ഡ് ചെയ്യല്, പക്ഷെ പകരം അവർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുക. അവർക്ക് ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോട്ടി ഫാക്ടർ എക്സസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു, പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേനും ബോഡിയിൽ ക്ലോട്ടി ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. അതുമൂലം ബോഡിയിൽ അവിടെ ഇവിടെയെല്ലാം ബ്ലീഡിങ് ഉണ്ടാകുന്നു. അപ്പം അതുമൂലം സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാൻ പറയുക. ബ്രഷ് ക്ലീൻ ചെയ്യുന്ന സമയത്ത്. കാരണം അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്താൽ ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ട്. അപ്പം ഈ ഓപ്ഷൻ റോങ് ആണ്. സെക്കൻഡ് വൺ, ടേക്ക് ഇൻ അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഓക്കെ, എന്ത് കാര്യം അവോയ്ഡ് ചെയ്യണമെന്നാണ്. ഇതിൽ ഒരു കാര്യം അവോയ്ഡ് ചെയ്യണം, അതിൽ എന്ത് കാര്യം അവോയ്ഡ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ടേക്കിംഗ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്, അതായത് ആസ്പിരിൻ എടുക്കുന്നത് അവോയ്ഡ് ചെയ്യണമെന്നാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ആസ്പിരിൻ എന്ന് പറഞ്ഞത് ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ കീ പോയിന്റ് നോക്കുക. ഇവിടെ ആന്റി കൊയാഗുലന്റ് പേഷ്യന്റ് പോകുന്നുണ്ട്. ആന്റി കൊയാഗുലന്റ് പോകുന്ന ടൈമിൽ ആസ്പിരിൻ, അതായത് ആന്റി പ്ലേറ്റ്ലെറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ അത് ക്ലോട്ടിംഗ് ടൈമിനെ ഇൻക്രീസ് ചെയ്യിപ്പിച്ച് ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആന്റി കൊയാഗുലന്റ് എടുക്കുന്ന പേഷ്യൻസ് ആസ്പിരിൻ എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഈ ഓപ്ഷൻ അവോയ്ഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അപ്പം ഇത് കറക്റ്റ് ആണ്. ഓക്കെ, തേർഡ് വൺ, വാക്കിംഗ് ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ക്ലൈംബിംഗ് സ്റ്റെയർസ്. ഓക്കെ, ഇത് ലോങ് ഡിസ്റ്റൻസ് വാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റെയർ ക്ലൈംബ് ചെയ്യുന്നതും ഓക്കെയാണ്, കുഴപ്പമില്ല. നമുക്ക് അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഓൾ ആക്ടിവിറ്റീസ് ബിക്കോസ് ബ്രൂയിസിങ് ഇഞ്ചുറീസ് ക്യാൻ ഒക്കേഴ്സ്. ഇവിടെ ഓൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് റോങ്. ഓൾ ആക്ടിവിറ്റി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അല്ലാത്ത ആക്ടിവിറ്റി, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോണ്ടാക്ട് സ്പോർട്ട്, അതായത് പരസ്പരം ചെന്ന് ഇടിച്ചിട്ട് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റാൻ ചാൻസ് ഉള്ള സ്പോർട്സ് കളിക്കില്ലേ, അതൊക്കെ അവോയ്ഡ് ചെയ്യണം. അതൊക്കെ അങ്ങനെയൊക്കെ ബ്രൂയിസസ് ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കോണ്ടാക്ട് സ്പോർട്ടൊക്കെ അവോയ്ഡ് ചെയ്യണം. അല്ലാതെ ഓൾ ആക്ടിവിറ്റി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതും റോങ് ആണ്. അപ്പം നമ്മുടെ ആൻസർ സെക്കൻഡ് വൺ, ടേക്ക് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ആസ്പിരിൻ എടുക്കാൻ പാടില്ല, ആസ്പിരിൻ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം പേഷ്യന്റ് ആന്റികൊയാഗുലന്റ് എടുക്കുന്ന പേഷ്യന്റ് ആണ്. അത് ആസ്പിരിനും കൂടെ എടുത്തു കഴിയുമ്പോഴത്തേനും ക്ലോട്ടിംഗ് ടൈം ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്കൂൾ നേഴ്സ് അത്ലറ്റിക് കോച്ചിന് ടീച്ചിങ് കൊടുക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക, അത്ലറ്റ്സിന്റെ ഇടയ്ക്ക് ഡീഹൈഡ്രേഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ള ടീച്ചിങ് ആണ് കൊടുക്കുന്നത്. ഹോട്ട് വെതർ ഒക്കെ ഉള്ള ടൈമിൽ എങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാന്ന് നേഴ്സ് അഡ്വൈസ് കൊടുക്കുകയാണ് കോച്ചിന്. ഒക്കെ എങ്ങനെയായിരിക്കും ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യുക? നമ്മൾ നന്നായിട്ട് ഫ്ലൂയിഡ് എടുക്കുക, ഫ്ലൂയിഡ് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, നമുക്ക് എന്തൊക്കെയായിരിക്കും ഓപ്ഷൻ? ഫസ്റ്റ് വൺ, ഡ്രിങ്ക് പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രാക്ടീസ്. ഈ ഓപ്ഷൻ കറക്റ്റ്, ഹാഫ് കറക്റ്റ് ആണ്. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ,
നന്നായിട്ട് വെള്ളം കുടിക്കുക. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുക ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രാക്ടീസ്, അതായത് പ്രാക്ടീസിന് മുമ്പ് പ്രാക്ടീസിന് ശേഷം എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ രണ്ട് പ്രാവശ്യം കുടിച്ചാൽ പോരാ, നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അപ്പം ഇത് ഹാഫ് കറക്റ്റും ഹാഫ് റോങ്ങും ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ ആണ് ഹാവ് ദ അത്ലറ്റ്സ് ടേക്ക് എ സോൾട്ട് ടാബ്ലറ്റ് ബിഫോർ പ്രാക്ടീസ്. അതായത് സോൾട്ട് ടാബ്ലറ്റ് എടുക്കാൻ അവരോട് പറയുന്നത്. നേഴ്സിന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ടാബ്ലറ്റ് എടുക്കുന്ന കാര്യം, കാരണം ഫിസിഷ്യൻ്റെ ഓർഡർ ഇല്ലാതെ ആർക്കും ഒരു ടാബ്ലറ്റും കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇത് റോങ് ആണ്. തേർഡ് വൺ, റീസ്കെഡ്യൂൾ പ്രാക്ടീസ് ഫോർ ബിഫോർ സ്കൂൾ ആൻഡ് ആഫ്റ്റർ സൺസെറ്റ്. അതായത് സ്കൂളിന് മുമ്പും അല്ലെങ്കിൽ സൺസെറ്റിന് ശേഷം മാത്രം പ്രാക്ടീസ് വെക്കുക. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല, കാരണം അവർക്ക് അത്ലറ്റ്സിന് എപ്പോൾ വേണേലും പ്രാക്ടീസ് അവർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഒരിക്കലും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സൺസെറ്റിന് ശേഷം പ്രാക്ടീസ് വെക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ, അത് റോങ് ആണ്. ഫോർത്ത് വൺ, പ്രൊവൈഡ് ഫ്ലൂയിഡ് ബ്രേക്ക് എവറി 30 minutes ഡ്യൂറിങ് പ്രാക്ടീസ്. ഓക്കെ, അതായത് ഓരോ 30 മിനിറ്റ് പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് ഓരോ 30 minutes കൂടുമ്പോൾ ഫ്ലൂയിഡ് ബ്രേക്ക് കൊടുക്കുക. ഇതൊരു നല്ല ഗുഡായിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്. കാരണം ഫ്ലൂയിഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 30 minutes കൂടുമ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്യണം, കാരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഫോർത്തും വണ്ണും കൂടെ നോക്കുമ്പോൾ വണ്ണിൽ ഹാഫേ കറക്റ്റുള്ളൂ, ഹാഫ് റോങ് ആണ്. അപ്പം നമുക്കത് കളയാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ നമ്പർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ക്ലയന്റിന് യൂറിനറി കാൽക്കുലേ ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൊണ്ടുണ്ടായ കാൽക്കുലേ ആണ്. അപ്പം നേഴ്സ് ഡയറ്ററി മെഷേഴ്സ് ഇനി കാൽക്കുലേ ഫർദർ ഡെവലപ്മെന്റ് വരാതിരിക്കാൻ എന്തൊക്കെ ഡയറ്ററി മെഷേഴ്സ് ആണ് കൊടുക്കേണ്ടതെന്ന് നേഴ്സ് ടീച്ച് ചെയ്യാണ് ക്ലയന്റിനെ. അപ്പം ഇതിൽ ഏത് ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് ക്ലയന്റിന് എല്ലാ ഡയറ്ററി മെഷേഴ്സും മനസ്സിലായെന്ന് നേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് കൊണ്ട് യൂറിനറി കാൽക്കുലി ഉള്ള പേഷ്യന്റിന് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, മിൽക്ക്. അതായത് യൂറിക് ആസിഡ് കൂടുതലുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യണം. യൂറിക് ആസിഡ് കൂടുതലുള്ള ഫുഡ് മെയിനായിട്ട് പ്യൂറിൻ കണ്ടന്റ് ഉള്ള ഫുഡാണ്, അതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, മിൽക്ക്. മിൽക്കിൽ കൂടുതലുള്ളത് കാൽഷ്യമാണ്. ഡയറ്ററി പ്രൊഡക്റ്റിലും കൂടുതലുള്ളത് കാൽഷ്യമാണ്. പിന്നെ ഉള്ളത് ഫുഡ് സച്ച് ആസ് സ്പിനാച്ച്, ചോക്ലേറ്റ് ആൻഡ് ടീ, ഇതിലും കൂടുതലുള്ളത് കാൽഷ്യമാണ്. ഓക്കെ, ഫുഡ് സച്ച് ആസ് ഫിഷ് വിത്ത് ഫൈൻ ബോൺസ് ആൻഡ് ഓർഗൻ മീറ്റ്സ്, അതായത് ഫൈൻ ബോൺസും ഓർഗൻ മീറ്റ്സിലൊക്കെ കൂടുതലുള്ളത് യൂറിക് ആസിഡ്, അതായത് പ്യൂറിൻ കണ്ടന്റ് ഉള്ള ഫുഡാണ് ഓർഗൻ മീറ്റ്. അതുപോലെ ടൊമാറ്റോയിലൊക്കെ പ്യൂറിൻ കണ്ടന്റ് കൂടുതലാണ്. ഈ പ്യൂറിൻ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് കഴിച്ചാൽ യൂറിക് ആസിഡ് സ്റ്റോൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ യൂറിക് ആസിഡ് ബോഡിയിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഗൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ ആണ്. നമ്മുടെ സ്മോൾ ആയിട്ടുള്ള ബോൺസിൽ യൂറിക് ആസിഡ് മെയിൻ ടോസിലൊക്കെയാണ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്നത്. യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ ഉണ്ടായിട്ട് ഗൗട്ട് ഉണ്ടാകും. ഗൗട്ട് എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് മിൽക്ക് ഡയറി പ്രോഡക്ട്സും തേർഡ് ഓപ്ഷനും ഒക്കെ കാൽസ്യം സ്റ്റോൺസ് ഉള്ള പേഷ്യൻസിലാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ യൂറിക് ആസിഡ് സ്റ്റോൺ ആയതുകൊണ്ടാണ് പ്യൂറിൻ കണ്ടന്റ് ഉള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ വന്നത്. ഇപ്പോൾ പേഷ്യന്റിന് കാൽസ്യം സ്റ്റോൺ ആണെങ്കിൽ 1, 2 and 3 ഓപ്ഷൻസ് കാൽസ്യം സ്റ്റോൺ ഉള്ള പേഷ്യൻസിന് അവോയ്ഡ് ചെയ്യണം. അപ്പം ഓപ്ഷൻ നമ്മുടെ ആൻസർ നമ്മുടെ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്ലയന്റിന് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ട്, ഏഡ്സ് ഉണ്ട്. അതായത് പേഷ്യന്റിന് റിക്കറന്റ് ആയിട്ടുള്ള കാൻഡിഡ ഇൻഫെക്ഷൻസ് വരുവാണ് മൗത്തിൽ, അതായത് ഓറൽ ത്രഷ് എന്ന് പറയും. ഇവിടെ നേഴ്സ് ക്ലയന്റിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അതായത് ഈ ഓറൽ ത്രഷ്
ഒക്കുറൻസ് മിനിമൈസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ക്ലയന്റ് പറഞ്ഞപ്പോഴാണ് ക്ലയന്റിന് കാര്യങ്ങളൊക്കെ മനസ്സിലായത്, അല്ലെ ടീച്ചിങ് മനസ്സിലായെന്ന് നേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് പേഷ്യന്റ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ആണ്, പേഷ്യന്റിന് റിക്കറന്റ് ആയിട്ടുള്ള കാൻഡിഡ ഇൻഫെക്ഷൻസ്, മൗത്ത് ഇൻഫെക്ഷൻസ്, ഓറൽ ത്രഷ് എന്ന് പറയും, അതിന് വരും. ഈ കാൻഡിഡ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നേഴ്സ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, അതായത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഐ ഷുഡ് യൂസ് വാം സലൈൻ ഓർ വാട്ടർ ടു റിൻസ് മൈ മൗത്ത്. അതായത് വാമായിട്ടുള്ള സലൈൻ അല്ലെങ്കിൽ വാട്ടർ വെച്ചിട്ട് മൗത്ത് റിൻസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ആണ് മൗത്തിൽ. അപ്പം കറക്റ്റ് ആയിട്ടുള്ള മൗത്ത് ക്ലീൻ ചെയ്യണം മൗത്ത് വാം വാട്ടറും സലൈനൊക്കെ വെച്ചിട്ട്. അപ്പം അതൊരു കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ആണ്. ഓക്കെ, സെക്കൻഡ് വൺ, ഐ ഷുഡ് യൂസ് എ സ്ട്രോങ് മൗത്ത് വാഷ് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക്. ഓക്കെ, ഇത് ഹാഫ് കറക്റ്റ് ആണ്. മൗത്ത് വാഷ് യൂസ് ചെയ്യണം എന്നും പേഷ്യന്റ് പറയുന്നു, ഇതുവരെ കറക്റ്റ് ആണ്. പക്ഷേ റോങ് എന്ന് വെച്ചാൽ ഇവിടെ വൺസ് എ വീക്ക്, അതായത് വീക്കിൽ വൺസ് ഒരു ടൈം മാത്രമേ ചെയ്യത്തുള്ളൂ, അത് റോങ് ആണ്. നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഡെയിലി 2 ടൈമോ 3 ടൈമോ ഒക്കെ നമ്മൾ മൗത്ത് വാഷ് ചെയ്യണം. അപ്പം ഇത് ഹാഫ് കറക്റ്റും ഹാഫ് റോങ്ങും ആണ്. അപ്പം ഈ ഓപ്ഷൻ കംപ്ലീറ്റ് റോങ് ആയിട്ട് നമുക്ക് എടുക്കാം. തേർഡ് വൺ, ഐ ഷുഡ് ബ്രഷ് മൈ ടീത്ത് ആൻഡ് റിൻസ് മൈ മൗത്ത് വൺസ് എ ഡേ. ഓക്കെ, ഇത് ഹാഫ് വരെ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ വൺസ് എ ഡേ അല്ല ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് 3-4 ടൈംസ് എങ്കിലും ചെയ്യണം. ഓക്കെ, ഫോർത്ത് വൺ, ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് റെഡ് മീറ്റ് ഇൻ മൈ ഡയറ്റ് വിൽ കീപ് ദിസ് ഫ്രം റിക്കവറിങ്. ഓക്കെ, ഈ ഫംഗൽ ഇൻഫെക്ഷൻ റെഡ് മീറ്റിന്റെ ഇൻടേക്ക് കൊണ്ട് കൂടൂല. റെഡ് മീറ്റ് ഇൻടേക്ക് കൊണ്ട് മെയിനായിട്ട് കൂടുന്നത് അയൺ ഒക്കെയാണ്, അല്ലാണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ കുറയാനുള്ള ഒരു ചാൻസ് ഇല്ല. അപ്പം ഈ ഓപ്ഷൻ ഇത് റോങ് ആണ്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഡിസ്കഷൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കഴിയുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അപ്പം താങ്ക് യു.